ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോകുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാളുകൊണ്ട് പോകാൻ ആഗ്രഹിച്ചൊരു ക്ഷേത്രമാണ്. ഇതുവരെയും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം തൃക്കാർത്തികയായിട്ട് അവിടെ ഉത്സവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അപ്പം ക്ഷേത്രത്തിൻ്റെ പേര് ലാലൂർക്കാവ് വനദുർഗാദേവി ക്ഷേത്രം എന്നാണ് കേട്ടോ. അപ്പം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മെയിൻ സംഭവം അറിയാമല്ലോ, ട്രാഫിക് അത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം താണ്ടി ഞങ്ങൾ അമ്പലത്തിന് അവിടെ എത്തി കേട്ടോ. എൻ്റെ പൊന്നു ഗായ്സ്, എനിക്കൊന്നും പറയാനില്ല. ഇതുപോലെ ലൈറ്റിംഗ് ഉള്ളൊരു ക്ഷേത്രം വേറെ എവിടെയില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ മെയിൻ ലൈറ്റിംഗ് ആണെന്നാണ് അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞാൻ അമ്മ പറഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ലൈറ്റിങ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അവിടുത്തെ ലൈറ്റിങ്. എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും ഉണ്ട്, ഒത്തിരി കാണാനും എടുക്കാനും ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഇട്ടുകൊണ്ട് നടന്ന് പോയി തന്നെ നമ്മൾ കാണാം, ഇങ്ങനെ കൊള്ളാവുള്ളൂ. പിന്നെ ക്ഷേത്രം പക്ഷെ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അവിടെ രാവിലെ മാത്രമേ ക്ഷേത്രം തുറക്കുള്ളൂ കേട്ടോ. വൈകുന്നേരം തുറക്കില്ല. അവിടെ രാവിലെ തുറന്നാൽ ഉച്ചയ്ക്ക് 12 മണി വരെയൊക്കെ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കെന്നല്ല, ഞങ്ങളെപ്പോലെ ഒത്തിരി പേര് അങ്ങനെ വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു അറിയാതെ. അമ്പലം തുറക്കില്ല എന്നുള്ള കാര്യം അറിയാതെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ പുറത്തൊക്കെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി അവിടെ കുറച്ച് നേരമൊക്കെ കണ്ടു. മേളയൊക്കെ ഉണ്ട് കേട്ടോ. മേളൊക്കെ കണ്ടു. അപ്പോൾ മക്കൾക്ക് അവിടെ ഇങ്ങനെ റൈഡുകളിലൊക്കെ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായ ട്രെയിനിലാട്ടോ കയറിയത്. അപ്പോൾ ഞാനും അച്ഛനും മക്കളും കൂടി കയറിയത്. അപ്പോൾ അതിലൊക്കെ കയറി അത് ഓടി തുടങ്ങിയപ്പോൾ മക്കൾക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ഒത്തിരി പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ഒന്നും കാണണമെന്നില്ല, കുറച്ച് ഒന്ന് കണ്ടു. പിന്നെ അവർക്ക് ടോയ്സൊക്കെ അതൊക്കെ വാങ്ങി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ടോയ്സൊന്നും മേടിക്കുന്നത്. അവർക്ക് അവിടെ ചെന്നപ്പോൾ ഏതെടുക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ തിരിച്ച് വന്നപ്പം കയറിപ്പോയ വഴിയിലൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കയറിപ്പോയ സമയത്ത് നല്ല വെളിച്ചം പകൽ സമയമായിരുന്നുകൊണ്ട് അത്ര അറിയത്തില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ രാത്രിയായതുകൊണ്ട് നല്ലതുപോലെ അത് കാണാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു ഫുഡ് കഴിക്കാം. അങ്ങനെ പുളിമത്തുള്ള ചട്നി മാവിലാണ് കേട്ടോ കയറിയത്. അവിടുത്തെ സ്പെഷ്യലായ ബാഹുബലി ദോശയൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ സാധാ മസാല ദോശയും പ്ലെയിൻ ദോശയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിന് അതൊക്കെ കഴിച്ചു. ഒന്നും പറയാനില്ല, നല്ല ഫുഡായിരുന്നു അവിടുത്തെ. വേറെ കുറ്റം പറയാനൊന്നുമില്ല. ഹോട്ടലും എല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബൈ.